once again, welcome back to Kidilan Traveler. Hi, റോഷ്നി. ഇന്ന് നമ്മൾ ഇന്നലെ വണ്ടി നിർത്തിയ ഒക്ലഹോമയിലെ ലൗസിൻ്റെ മറ്റേ ഗ്യാസ് സ്റ്റേഷനിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടെക്സാസിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രളയം ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അരമണിക്കൂറൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ടെക്സാസിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഹെവി തണ്ടർ സ്റ്റോം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു, വാണിംഗ് ഉണ്ടായിരുന്നു. തന്നെയെല്ലാം നമുക്ക് എന്താ പറയുക, നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയും ഒരു സേഫ്റ്റി എടുക്കണമല്ലോ. അല്ലാതെ അത് ഇത്ര സമയത്ത് മാറുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് അമരില്ലോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴാണ് അമരില്ലോ എന്ന് പറയുന്ന സ്ഥലം എത്തുന്നത്. അവിടെയാണ് ഇതുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഒക്ലഹോമയിൽ തന്നെ ഇവിടെ തന്നെ എന്തായാലും നമുക്ക് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ഒക്ലഹോമയിൽ തന്നെ ഇരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്ത് എല്ലാം അടിപൊളിയായി. ഇപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സബ്വേ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന്, നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്തത് ടെക്സാസ്, പിന്നെ ന്യൂ മെക്സിക്കോ, അരിസോണ, കാലിഫോർണിയ. അപ്പോൾ നമ്മൾ നാളെ രാവിലെയും കൊണ്ട് നമ്മൾ കാലിഫോർണിയ എത്തുമെന്നാണ് വിചാരിച്ചിരുന്നത്, അതായത് തിങ്കളാഴ്ച രാവിലെ. പക്ഷേ തിങ്കളാഴ്ച രാവിലെ എത്താൻ ചാൻസ് കുറവാണ്. തിങ്കളാഴ്ച രാത്രിയോടുകൂടിയാണ് എത്തുള്ളൂ. അപ്പോൾ റോഷ്നി ഇതേ ഓഫീസിലേക്ക് മെയിലൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രകൾ തുടരാം. ഓക്കേ. യെസ്, നമ്മൾ ഒക്ലഹോമയിൽ ഇന്നലെ രാത്രി പറഞ്ഞു നിർത്തിയത്, നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള മരുഭൂമി പോലത്തെ സ്ഥലമാണെന്നൊരു സംശയം തോന്നിയായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഗ്രീനറി ഉണ്ട്, മരങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്ന പോലെയല്ല, മരങ്ങൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഗ്രീനറി ഉണ്ട്, അതൊരു അടിപൊളിയാണ്. യെസ്, ഒക്ലഹോമ ഒരുപാട് സമയം നമ്മൾ കവർ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും അത് നമ്മുടെ മിസൂറി പോലെ തന്നെ. നമ്മൾ എൽക്ക് സിറ്റിയിലാണ് കേട്ടോ താമസിച്ചത്. ഇതാണ് എൽക്ക്. ഭയങ്കര മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, അല്ലേ? ഭയങ്കര ശക്തമായ മഴക്കാറാണ് ഇവിടെയൊക്കെ. നമുക്ക് ഈ ഭൂപ്രകൃതി മൊത്തത്തിൽ കാണുമ്പോൾ അറിയാം കേട്ടോ, എന്തെങ്കിലും കാറ്റോ മഴയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തകർത്ത് തൂത്ത് വാരിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു ഭൂപ്രകൃതിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ലാസ് വേഗാസ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തണ്ടർ സ്റ്റോം ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര. നമുക്കിങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാം, വേറെ മരങ്ങളൊന്നുമില്ലല്ലോ, നാട്ടിലെ പോലെ മറയൊന്നുമില്ലല്ലോ. ഒരു 50 കിലോമീറ്റർ അപ്പുറം ഇടിമിന്നണത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്നും ഇടിമിന്നുമ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പോലെ തോന്നും. വേറെ കയറി നിൽക്കാനായിട്ടുള്ള കടകളും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത സ്ഥലത്തൂടെ പോകുമ്പോൾ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഇത്രയും പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഏരിയകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാലല്ലോ ശരിക്കും അങ്ങോട്ട് ബാധിക്കും. നമ്മൾ ഇന്നലെ ഇപ്പോഴത്തെ കാലാവസ്ഥ കാണുമ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പോകാതിരുന്നത് നന്നായേ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം തന്നെ ടെക്സാസിൽ 51 പേരാണ് മരണപ്പെട്ടത്. നമ്മളീ പോകുന്ന റോഡ് ടെക്സാസിലേക്കാണ് നമ്മളിനി ക്രോസ് ചെയ്യാൻ പോകുന്നത്. ടെക്സാസിൻ്റെ നെയ്ബറിങ് സ്റ്റേറ്റാണ് ഈ ഒക്ലഹോമ. ഇവിടെ ഇത്രയും മഴക്കാർ കണ്ടില്ലേ. എന്തായാലും നമ്മൾ ഒരു സേഫ് ഡിസിഷനാണ് എടുത്തത്. ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റോഷൻ എടുത്ത് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. അപ്പം നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 8 മണി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തൊട്ടടുത്തുള്ള കാഴ്ചകൾ വരെ കാണാൻ പറ്റി തുടങ്ങിയത്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു റോഷൻ എടുത്ത് വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു, കാരണം അത്രയും ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞു പോകാതിരുന്ന് നന്നായുള്ളൂ. ഇപ്പോൾ 8 മണി കഴിഞ്ഞിപ്പോൾ രാവിലെ 9:30 ഇത്ര നേരം നമ്മൾ എടുത്ത സ്ഥലത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്നതോറും വീണ്ടും മൂടൽ മഞ്ഞാണ്. എനിക്കതൊന്ന് ഫുള്ള് കാർമേഘമാണെന്ന് തോന്നുന്നു കേട്ടോ. ഐഷ കിടന്ന് ഭയങ്കര ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഐഷ സ്വപ്നത്തിൽ വല്യപ്പച്ചിനെ ഭയങ്കര ചവിട്ടിക്കൊണ്ടിരിക്കുക. മുഖത്തിൻ്റെ തലക്കിട്ടൊക്കെ കേട്ടോ ചേട്ടൻ്റെ പാവം ഐഷ. പിന്നെ മോനാണെങ്കിൽ ബാക്കിൽ ഉമ്മച്ചിമാരുടെ അടുത്ത് കിടന്ന് ഉറങ്ങണു. അവന് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് 2 ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പിന്നെ കിടക്കും, അല്ലേ?
ഫുള്ള് ഇംഗ്ലീഷിലാണ് പിച്ചുമേയും പറഞ്ഞത്. അയ്യോ, അത് വീട്ടിലാണെങ്കിലും അങ്ങനെ കേട്ടോ, നമുക്ക് ശീലാണ്. അപ്പൊ ഫുള്ള് പശുക്കളാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ വാപ്പിച്ച് പശുക്കളെ കാണുമ്പോ പശുക്കളെന്ന് പറഞ്ഞ് വിളിച്ചു പറയും. രസാണ്. ടെക്സോള 1 മൈൽ കേട്ടോ. ടെക്സോള കഴിഞ്ഞാൽ പിന്നെ ബോർഡറായി. പിന്നെ നമുക്ക് മിസിസിപ്പി റിവർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫൈനലി വെൽക്കം ടു ടെക്സാസ് എന്നുള്ള ബോർഡ് കണ്ടു കേട്ടോ. വെൽക്കം ടു ടെക്സാസ് ആണ്. എങ്ങോട്ടാ പോകുന്നത്? നീ ഏത് സ്റ്റേറ്റാ? ടെക്സാസ്. അതെ. ഓക്കെ, എങ്ങനെയുണ്ട് ടെക്സാസ്? കുട്ടികളൊക്കെ ഉറക്കാണ്. ഓഫീസി അപ്പൊ ഇനി ടെക്സാസ്. യെസ്, വെൽക്കം ടു ടെക്സാസ്. നമുക്കിവിടെ ഇറങ്ങിന്നൊരു ഫോട്ടോ എടുക്കാം. ഇതൊക്കെ വണ്ടികളൊക്കെ പോണ സൗണ്ട് കേട്ടില്ലേ? ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. നമ്മളിത്ര ഈ ഇന്നലെ രാത്രിക്ക് ശേഷം ആ ഭാഗത്തായിട്ട് വെൽക്കം ടു ഒക്ലഹോമ എന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ടെക്സാസിലേക്ക് നമ്മൾ എൻ്റർ ആയിരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു ബോർഡ് കണ്ടു കേട്ടോ, ടെക്സാസ് ട്രാവൽ ഇൻഫോ സെൻറ്റർ 100 മൈൽസ് എന്ന്. അപ്പോൾ നമുക്ക് 160 മൈൽ കഴിഞ്ഞാലാണ് ഇവിടെ ട്രിപ്പ് വരുന്നവർക്കുള്ള ട്രാവൽ ഇൻഫോ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അത്രയും വലിപ്പമുള്ളൊരു സ്റ്റേറ്റാണ് കേട്ടോ ഈ ടെക്സാസ്. 100 മൈൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു 100 മീറ്റർ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ 100 മൈൽ എന്ന് എഴുതി വെച്ചേക്കുന്നത്. ടെക്സാസ് ഒരു റെസ്റ്റ് ഏരിയയിലേക്ക് കയറിയത് കേട്ടോ. വെൽക്കം ടു ടെക്സാസ് എന്നുണ്ട്, പിന്നെ റെസ്റ്റ് ഏരിയ ഒന്നുമില്ല. ടെക്സാസിലെ റെസ്റ്റ് ഏരിയ ഇത്രയും വലിയ സ്ട്രീറ്റ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് റെസ്റ്റ് ഏരിയയിലാണ് നമ്മൾ നിർത്തിയത്. ഇവിടെ വന്നപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ളൊരു സ്ഥലം ഉണ്ടെന്നുള്ളൂ, അല്ലാതെ ഒരു ടോയ്ലറ്റോ ഒന്നുമില്ല. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ അവിടെ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുണ്ട്. ഇവിടെ ഒരു വെൽക്കം ടു ടെക്സാസ് എന്നുള്ളൊരു ബോർഡ് കാണാം. ആകാശം തെളിഞ്ഞു കേട്ടോ. നമ്മൾ മഴക്കാറൊക്കെ പോയിട്ട് വലിയൊരു ആശ്വാസമായി. മറ്റേ ടെക്സാസിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ക്ലൈമറ്റ് എന്നുള്ളത്. എന്നാണെങ്കിലും നല്ല അടിപൊളിയൊരു പോസിറ്റീവ് വൈബായി. ടെക്സാസും ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ, നീണ്ടു നിവർന്ന്. അടിപൊളി ലൊക്കേഷനിൽ ഒരു റെസ്റ്റ് ഏരിയയിലേക്ക് കയറാൻ പോവുകയാണ്. ടെക്സാസിൽ കഴിഞ്ഞ ദിവസം പ്രളയം ഉണ്ടായി ഏകദേശം 51ഓളം പേര് മരണപ്പെട്ട ആ ഒരു സ്റ്റേറ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ടെക്സാസിൻ്റെ നോർത്ത് സൈഡിലൂടെയാണ് പോകുന്നത്. സൗത്ത് സൈഡിൽ മിഡിൽ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഏകദേശം ഈ ഒരു പ്രളയം ഉണ്ടായത്. നമ്മളൊരു റെസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിട്ട്, ബ്യൂട്ടിഫുൾ റെസ്റ്റ് ഏരിയ, നല്ലൊരു ഷേപ്പിലൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ട്രക്കുകൾ അങ്ങോട്ട് പോകും, ട്രക്കുകൾ ക്യാമ്പർ വാനുകളൊക്കെ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. കാറുകൾ മാത്രം ഇവിടെ അങ്ങനെയാണ്. കാറുകൾ ഉള്ളിടത്ത് കാറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ട്രക്സ്, ക്യാമ്പർ വാൻസൊക്കെ പോകുന്ന വഴി. ഇതാണ് കാറുകൾക്കുള്ള പാർക്കിംഗ് ഏരിയ. വി ഹാവ് നോ പാർക്കിംഗ് സ്പേസ് ഹിയർ, വി നീഡ് ടു ഗോ സ്ട്രെയിറ്റ്. അപ്പുറമുണ്ടൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. യെസ്, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് റൈറ്റിലേക്ക് അഭിമുഖമാക്കിയിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ വെയിലടിക്കില്ല വണ്ടിയിലേക്ക്. യെസ്, ഇന്നിപ്പോൾ 10ാമത്തെ ദിവസമായിട്ടോ. നാളെയും കൂടി ആകുമ്പോൾ 11 ദിവസമാവും. വളരെ ഒരു ലൈഫ് ടൈം മെമ്മറി ആയിരിക്കും കേട്ടോ ഈ ട്രിപ്പ്. നമുക്കിപ്പം നയാഗ്ര കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് അധികം വലിയ സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അമേരിക്ക മൊത്തം നമുക്കൊരു മനസ്സിലായി. കാരണം റോഡ് ട്രിപ്പാണല്ലോ. ഓരോ സ്ഥലവും
ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയാണ് പോരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അമേരിക്ക എന്നുള്ളത് ശരിക്കും നമുക്ക് ഈ ഒരു ട്രിപ്പിൽ മനസ്സിലായി. ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് നമ്മളൊരു 19 സ്റ്റേറ്റിലൂടെ ഒരു ബസ് യാത്ര നടത്തിയിരുന്നു. അതിലും ശരിക്കും നമുക്കൊരു ഐഡിയ കിട്ടിയായിരുന്നു. അത് വേറെ സ്റ്റേറ്റിലൂടെയാണ്, ഇതിപ്പോൾ വേറെ സ്റ്റേറ്റിലൂടെയാണ്. ഇത് മൊത്തം കൂടി കഴിയുമ്പോൾ ഒരു പക്ഷേ ഞാൻ മേ ബി ഒരു 30ഓളം സ്റ്റേറ്റുകൾ കവർ ചെയ്തിട്ടുണ്ടാവും അമേരിക്കയിൽ. നല്ലൊരു ധാരണയായി. ഇനിയിപ്പോൾ എനിക്ക് മെയിനായിട്ട് പോകാനുള്ളത് മൊണ്ടാന അതുപോലെ തന്നെ വാഷിങ്ടൺ, ആ സ്റ്റേറ്റുകളിൽ കൂടിയൊക്കെയാണ്. നോർത്ത് ഡക്കോട്ട, പിന്നെ പിന്നെതാ മിന്നിസോട്ടയല്ലല്ലോ, അയ്യോവ നമ്മൾ പോയി ഓൾറെഡി. ആ ഒരു നോർത്തേൺ പാർട്ടിലൂടെ, നോർത്ത് വെസ്റ്റ് പാർട്ടിലൂടെ മാത്രമാണ് ഇനി ഞാൻ ട്രാവൽ ചെയ്യാനുള്ളൂ. നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ഞാൻ പോയിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഐഡിയയായി. നിങ്ങളും ഇതുപോലെയൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും, നമ്മുടെ അനാവശ്യ ചിന്തകൾ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഓർമ്മകൾ നമുക്ക് അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരുപാട് പ്രചോദനം നൽകും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമുക്കൊരു നല്ലൊരു ട്രിപ്പൊക്കെ പോയവർക്ക് അത് മനസ്സിലാവും. നമ്മളൊരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ ഒരു ദിവസം എവിടെയെങ്കിലും പോയി കണ്ടു പോരുക എന്നുള്ളതല്ലാട്ടെ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒന്നും കണ്ടില്ല എന്നിരിക്കട്ടെ, ഇതിലൊന്നും കണ്ടില്ലെങ്കിൽ പോലും ഈ ട്രിപ്പ് വർത്താവുന്നത് ഈ ട്രിപ്പിന് ശേഷമാണ്, നമുക്ക് ഈ ട്രിപ്പിലല്ല വർത്താവുന്നത്. ഈ ട്രിപ്പിൽ നമുക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റ് അതിൻ്റെ ഒരു പ്ലസ്സാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ കിട്ടുമ്പോൾ നിങ്ങൾ അമേരിക്കയിലുള്ളവരാണെങ്കിൽ ഒരു പണി ചെയ്യുക, ഒരു വീക്കെൻഡിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റേറ്റിലേക്ക് ഫ്ലൈ ചെയ്തിട്ട്, ഇപ്പം നമ്മളൊരു ട്രാവൽ വ്ളോഗറും അതുപോലെ തന്നെ ട്രാവൽ എൻത്യൂസിയാസ്റ്റ്, അങ്ങനെ ഒരു മൈൻഡുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ഒരു ചെറിയ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ടേക്ക് ഓഫ് സീസണിൽ റേറ്റ് കുറവുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉള്ളത് $70 നമ്മുടെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒറിഗോണിൽ പോയിട്ട് വന്നായിരുന്നു. $70 എനിക്ക് തോന്നുന്നു 2 പേർക്കും കൂടി $70 $90 കാലിഫോർണിയയിൽ നിന്ന് ഒറിഗോൺ വരെ പോയിട്ട് വന്നു. $70 അങ്ങനെ ചീപ്പ് ഫ്ലൈറ്റ് കിട്ടുന്ന സമയം നോക്കിയിട്ട് പോവുക. ചീപ്പസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്തോ അടിച്ചു കൊടുത്താൽ മതിയെന്ന് തോന്നുന്നു ഗൂഗിളിൽ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോയിട്ട്, അപ്പോൾ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഒരു റെൻ്റ് കാർ എടുക്കുക. എന്നിട്ട് അത് പോകുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ഡെസ്റ്റിനേഷൻസ് മെയിനായിട്ടുള്ളത് ഒന്ന് കണ്ടുവയ്ക്കുക. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ഡെസ്റ്റിനേഷൻസ് കണ്ട് കഴിഞ്ഞ് തിരിച്ച് പോരുക. പിന്നെ അടുത്ത ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ അങ്ങനെ പോവുക. അങ്ങനെ പോയിട്ട് നമുക്ക് അമേരിക്ക കണ്ട് തീർക്കാൻ പറ്റും കേട്ടോ. അതല്ലാതെ നമ്മൾ മൊത്തത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ പോകണമെങ്കിൽ അത് ഒരു ട്രാവൽ വ്ളോഗറെ കൊണ്ട് പോലും സാധിക്കില്ല. അതിന് ലോട്ട് ഓഫ് മണി വേണം, ലോട്ട് ഓഫ് സമയം വേണം, ഒരുപാട് എനർജി വേണം. എന്താ പറയുക, എനർജി പിന്നെ നമുക്ക് ട്രാവലിങ്ങിൽ വരും. സമയം നമുക്ക് ഒരു 2 മാസമെങ്കിലും, 2 മാസം കൊണ്ടും ഒന്നും തീരില്ല. കാരണം 50 സ്റ്റേറ്റിൽ കവർ ചെയ്യണമെങ്കിൽ തന്നെ ഒരു ദിവസം വെച്ചാൽ തന്നെ 2 മാസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് 2 മാസമൊന്നുമല്ല, 6 മാസം കൊണ്ടും തികയില്ല. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അങ്ങനെ കണ്ടു തീർക്കാൻ പറ്റില്ല. പക്ഷേ എന്താ പറയുക, ഒരുപാട് സമയം എടുക്കാതെ ചെയ്യുന്ന ഇങ്ങനെയുള്ള രീതികൾ ഒന്ന് ശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കണ്ടു പോകാൻ പറ്റും. അതുകൂടാതെ നാട്ടിലുള്ളവരും നമുക്ക് എന്താ പറയുക, ഒരു ഏതെങ്കിലും ഒരു വീക്കെൻഡിലും ഒരു ദിവസത്തെ ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോൾ അതൊരു മെമ്മറിയിൽ നിൽക്കില്ല. ജസ്റ്റ് ഒരു ട്രിപ്പായി ആ ഒരു പെട്ടെന്നുള്ളൊരു പ്ലഷർ, ആ ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ. ഒരു 2-3 ഡേയ്സ് എങ്കിലും വരുമ്പോഴാണ് നമുക്കൊരു മെമ്മറബിൾ ട്രിപ്പായി മാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിരിക്കുന്ന ടെക്സാസിൽ ഇപ്പോൾ ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അതായത് പ്രകൃതി ഭംഗി കൊണ്ട് ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയ നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസൈനൊക്കെ നല്ല അടിപൊളിയാണ്. ഞാനിതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഇത് ഗ്രേ കൗണ്ടി സേഫ്റ്റി റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഫ്രീവേ 40-ലുള്ളൊരു റെസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് നോക്കാം. ഇത് റെസ്റ്റ് ഏരിയയുടെ പാർട്ടാണ് ഈ കാണുന്ന മുഴുവൻ. ഇവിടെ വന്നിറങ്ങി കഴിയുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു വിൻമില്ലിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വിൻമില്ല് ഒരുപാടുണ്ട് കേട്ടോ. റെസ്റ്റ് ഏരിയയിൽ പോയിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കണ്ടില്ലേ,
ഉമ്മയും മോളും അടിച്ചു പൊളിച്ച് തകർത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിന്നലെ ഭൂമിനെ ആകാശം കൊണ്ട് പൊതിഞ്ഞു വെച്ചേക്കുക എന്ന് പറഞ്ഞ പോലെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും. നമുക്ക് ഇന്ന് കറങ്ങി കാണാൻ കണ്ടില്ലേ, ഭൂമി തീരുവാണ്, ആകാശം അതിൻ്റെ എൻഡിൽ. മറ്റേ നാട്ടിലൊക്കെ നമ്മൾ മേളിലേക്ക് നോക്കുമ്പോഴാണല്ലോ ആകാശം കാണുന്നത്. ഇവിടെ താഴെ തറയിൽ തന്നെ ആകാശം കാണും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ വന്നപ്പോഴത്തേക്കും ഡോർ തന്നെ തുറന്നു കേട്ടോ. ഇവിടെ ഒരു മ്യൂസിയം പോലെയൊക്കെയാണോ ഈ ഒരു റെസ്റ്റ് ഏരിയ വെച്ചിരിക്കുന്നത്. അടിപൊളി അല്ലേ, റെസ്റ്റ് ഏരിയ തന്നെ ഇത്ര ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. അവിടെയാണ് റെസ്റ്റ് റൂംസ്, ബാത്റൂമുകളൊക്കെ. ഇവിടെ ഒരു ഓഫീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടൊർണാഡോ ഷെൽട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ടൊർണാഡോ വരുവാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് പോയാൽ മതി എന്നായിരിക്കും. യുവർ പേഴ്സണൽ ടെലിവിഷൻ സ്റ്റുഡിയോ, സീ ദ വിൻഡ്, ഹു ക്യാൻ സീ ദ വിൻഡ് ഓവർ ദ ഏജസ്, വിൻഡ് പവർ. ഇപ്പോൾ വിൻഡ് പവർ, പണ്ടത്തെ കാറ്റ് കൊണ്ട് പവർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി. എന്താ ഇവരൊക്കെ അല്ലേ, ഇത്ര നാൾ മുമ്പ് ഓരോ പരിപാടികൾ തുടങ്ങിയതാണ്. വിൻമിൽസ് അണ്ടർ കൺസ്ട്രക്ഷൻ, വിൻമിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ടേ കാണുന്നത്. എയർലി വെൽ റിങ്, പണ്ടത്തെ കുഴൽക്കിണർ, എത്ര വർഷം മുമ്പുള്ളേ നോക്ക്. ദ വിൻഡ്, ഇത് ഒരു വിൻമില്ല്, പണ്ടത്തെ വിൻമില്ല് ഉണ്ടാക്കി വെച്ചേക്കാൻ നോക്കി. എൻ്റെ പിന്നെ വിൻമിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് 1890 കേട്ടോ. എൻ്റെ പൊന്നോ. ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അത് സാൻ ഏഞ്ചലോ ടെക്സസ്, അമേരിക്ക. ഇതായിരിക്കും അന്നത്തെ വിൻമില്ല്. ഇപ്പോൾ ടെക്സാസിൽ അമരില്ലോ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തി. സമയം 11:45. ഇത് അല്പം വലിയൊരു സിറ്റിയാണ്. അത്രയും വലിയ ഗ്യാപ്പിൽ അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ്. കുറേ നേരമായിട്ട് ഈ അമരില്ലോ സിറ്റി ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. പറഞ്ഞില്ലേ, വലിയ ഒരു സിറ്റിയാണ്. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു പോർഷൻ കാണിക്കുന്നത്. നമ്മൾ അവിടെ നിന്നായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. വരുന്ന വഴിക്ക് ഇവിടെ ഓപ്പോസിറ്റ് കാഡിലാക് റാഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. അപ്പോൾ നമ്മൾ പോയിട്ട് ഇങ്ങനെ യൂ ടേൺ അടിച്ച് തിരിച്ച് വരുന്നതാണ്. അപ്പം ഇത് നമ്മുടെ റൂട്ട് 66 ഒരു ഭയങ്കര ഒരു ലാൻഡ് മാർക്കാണ്. പോകുന്ന വഴിക്ക് കാണാൻ പറ്റിയ റൂട്ട് 66 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ മദർ ഓഫ് ദ റോഡ്സ് എന്നാണ് പറയുന്നത് അമേരിക്കയുടെ. അപ്പോൾ ഈ ഫ്രീ വേ ഒക്കെ അത് പണ്ടത്തെ ഒരു റോഡാണ്. അപ്പോൾ അത് പല റോഡുകളും ഇപ്പോൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ റോഡിലും അത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റൂട്ട് 66 കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ കാഡിലാക് റാഞ്ച് എന്ന് പറഞ്ഞത്. അപ്പം നമുക്കത് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയിട്ടൊന്ന് കാണാം. അവിടെ അതാണ് കേട്ടോ കാഡിലാക് റാഞ്ച്. നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു പോകണമെന്ന് തോന്നുന്നു. ഇതാ കാണുന്നതാണ്. അങ്ങോട്ട് വണ്ടി പോവില്ല എന്നാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ റോഡിലൊക്കെ വരച്ച് വെച്ചേക്കണുണ്ടോ ഓരോന്ന്. അതായത് ഉണ്ടോ, ഇതാ ഇന്ത്യക്കാരൊക്കെ നിൽക്കുന്നു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എല്ലായിടത്തും ഇന്ത്യക്കാർ ഒരുപാടുണ്ടാവും കേട്ടോ. ഉണ്ട്, ഇത്രയും വണ്ടികളിവിടെ നിർത്തിയിരിക്കുന്നുണ്ട്. അത്രയും ഫേമസ് ആണ്. അതാ ഇവിടെ ഫീസ് വല്ലതും ഉണ്ടോ? എന്തൊരു ചെറിയ സംഭവം ഉണ്ട് കേട്ടോ അവിടെ. കാഡിലാക് റാഞ്ചിൽ നമ്മളങ്ങനെ ഇറങ്ങുന്നു.
നോർത്ത് ബൗണ്ട് അല്ല, വേറൊരു ഇന്ത്യൻ ഫാമിലി. ഇവിടെ നല്ല സൂവിനീർ അവിടെ വെച്ചിരിക്കുന്ന കാറിലടിച്ചിരിക്കുന്ന പെയിന്റ് വെച്ചിട്ടുള്ള സൂവിനീഴ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം വാങ്ങാതായാലും. മാലയുണ്ട്, അതുപോലെ തന്നെ കീ ചെയിൻസ് ഉണ്ട്. ഇത് മേടിച്ചപ്പം ഇത് മാല, ഇതുണ്ട് കീ ചെയിൻ. റോഡ് മുഴുവൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു. അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റില്ല. ഹലോ. ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. കാഡിലാക് റാഞ്ച് എസ്റ്റാബ്ലിഷ് 1974 ഇതിങ്ങനെ വെച്ചത്. വെറുതെ ഒരു കാറ് വെച്ചിട്ടും അങ്ങനെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. ഇവിടുന്ന് സുവനീഴ്സൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. 1974 ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിത് 2 വാങ്ങിയിട്ട് ഇവിടുന്ന്. പിന്നെ നമുക്ക് കാറിൽ തൂക്കാനായിട്ട് ഇത് ഒരെണ്ണം വാങ്ങി. ഇതും ഇവിടുത്തെ പെയിന്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ്. നല്ല രസമുണ്ട് കേട്ടോ അല്ലേ. 10 ക്യാഡിലെ കാറുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ഒരു ഹിസ്റ്റോറിക്കായിട്ടുള്ള റൂട്ടും അതിൻ്റെ ഇത് തന്നെ വെച്ചിട്ട് ഇത്രയും വർഷങ്ങളല്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടായിരിക്കും ഇത്രയും ആളുകൾ വരുന്നത്. അപ്പോൾ അതിൽ ഇവിടെ വരുന്നവരൊക്കെ പെയിൻ്റ് അടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. ഒരാൾ വളരെ ആവേശത്തോടു കൂടി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെയിൻ്റ് അടിച്ച് കാറിൻ്റെ കട്ടി ഡബിളായിട്ടാണ് ഇവർ പെയിൻ്റ് അടിക്കുന്നു. എൻ്റെ പൊന്നെ, പെയിൻറ്റിൻ്റെ കട്ടി കൊണ്ട് തന്നെ ഭയങ്കര 1974 മുതൽ ചെയ്യണേയുള്ളൂ. അതായത് നോക്കി പെയിൻ്റ് അടിച്ച് ഇത്രേ ടയറിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചേനെ കേട്ടോ. എന്താ ഈ ടയർ എവിടെ നിന്ന് പോയി, ഇവർ പെയിൻ്റ് അടിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പൂജ ചെയ്യണ പോലെ ഇട്ടതാ. അടുത്തയാളിവിടെ പെയിൻ്റ് അടിക്കുന്നു. ഇവിടെ പെയിൻറ് കുപ്പികൾ വെച്ചേക്കുന്നുണ്ട്. എൻ്റെ പിന്നെ പെയിൻ്റ് അടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളടിക്കുന്ന പെയിന്റ് അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറി കേട്ടോ. പെയിന്റിന്റെ സ്മെല്ലാണ്. പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ നേർച്ച. പെയിന്റ് നേർച്ചയാണ് ഇവിടെ. എല്ലാവരും കാഡിലാക് കാറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. കാഡിലാക് റാഞ്ച് എന്നാണ് കേട്ടോ ഇതിനെ അറിയപ്പെടുന്നത്. കാഡിലാക് കാറ് കമഴ്ത്തി വെച്ചിരിക്കുകയാണ്. എൻജിൻ്റെ ഭാഗം മുകളിലേക്കാണത്, അതേന്ന് തോന്നുന്നു. അതെ, എൻജിൻ്റെ ഭാഗമാണ് മുകളിലേക്കെന്ന് തോന്നുന്നു. അത് ഡിക്കിയാണ് ബാക്ക് മുകളിലേക്ക്. എൻജിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഇത് ബാക്കായിരിക്കും. പെയിൻ്റ് അടിച്ചടിച്ച് കട്ടി ഇവിടെയൊക്കെ വീർത്തിരിക്കുകയാണ് കേട്ടോ. എന്താ ഭയങ്കരമായിട്ട് വീർത്തിരിക്കുന്നു. മിച്ചി പറഞ്ഞ് റോഷനി അവിടെ കിടിലെന്ന് എഴുതണ്ടെന്ന് പറഞ്ഞു കേട്ടോ. KIDLA yes കിടിലൻ yes yes. അപ്പൊ ഇഷ്ടമായ ഇവിടെ
ഞങ്ങളുടെ ഫോട്ടോ ഇതിന്റെ മുമ്പിൽ എൻ്റെ ഫോട്ടോ എടുക്കും. അങ്ങനെ നമ്മുടെ കിടിലൻ കാഡിലാക് റാഞ്ചിൽ കയറിയിരിക്കുകയാണ്. ആർട്ടിൽ റോഷനി കേട്ടപ്പോലെ ഇത് വീണ്ടും അടുത്ത കിടിലൻ ട്രാവലറിനൂടെ എഴുതാടിയില്ലേ. ഇതേ വാപ്പച്ചി ഇവിടെ എഴുതി. നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് കിടിലൻ ട്രാവലർ ഇഷ്ടമായെങ്കിൽ കിടിലൻ ട്രാവലറിന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇത് കണ്ടിട്ട്. ഓക്കെ, കിടിലൻ ട്രാവലറിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. ജസ്റ്റ് കിടിലൻ ട്രാവലറിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. കൊള്ളാമല്ലേ അബ്ജി? സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഭയങ്കര അടിപൊളിയാക്കി മാറ്റിയേക്കും അല്ലേ. നിസ്സാരമായൊരു കാര്യം, സ്ക്രാപ്പായിട്ട് കളയേണ്ട കാർ എടുത്തു കൊണ്ടുവന്നിട്ട് അതെ, എന്നിട്ട് അതൊരു മെമ്മറി ആക്കി അത് ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിച്ച്. ഇതെന്നാ വെച്ചാൽ അവർ പെയിൻറ്റ് ചെയ്യുന്നത് ഇവിടെ സൂക്ഷിച്ച് വെക്കട്ടോ, ബാക്കി വരുന്നവർക്ക് അടിക്കാനായിട്ട്. അത് എന്നിട്ട് ക്ലീൻ ചെയ്യും. അതല്ലെങ്കിൽ ഇവിടെ ഇത്രയും വൃത്തിയായിട്ട് കിടക്കണ്ടേ. എത്ര 19 വർഷമായിട്ട് ഇതിങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്നിട്ടും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണം അല്ലേ. അതെ, ആൾക്കാർ വരുന്നുണ്ടോ. യെസ്, അപ്പോൾ റൂട്ട് 66 ഉള്ളവർ റൂട്ട് 66ൻ്റെ ഹിസ്റ്ററി അറിയാവുന്നവർ അടുത്ത 2026 100 വർഷമാവും. അപ്പം ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക. യെസ്, ഒരു ആളുകളെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? കണ്ടില്ലേ, എല്ലാവരും സ്പ്രേയും കൊണ്ടാട്ടോ വരുന്നത്. അപ്പോൾ ബാലൻസ് വരണതാണ് അവിടെ വയ്ക്കുന്നത്. നമ്മൾ വാങ്ങിയ ഇത് ഇവിടെ തൂക്കിയിടാട്ടോ. യെസ്, റൂട്ട് 66. ഈ റൂട്ട് 66 നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയും പോകുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനത് അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. അടിപൊളി അല്ലേ, ചെറിയ കുന്നും നിരപ്പായ സ്ഥലവും ഇന്നത്തെ ദൂരത്ത് റോഡ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടു കേട്ടോ. ഈ റോഡ് അങ്ങേറ്റത്ത് പോയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് തിരിഞ്ഞ് പോണെ കാണാം. നമ്മളങ്ങനെ ടെക്സാസ് സ്റ്റേറ്റ് കഴിയാൻ പോകുന്നു കേട്ടോ. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിക്ക് ഇപ്പോൾ ടെക്സാസ് വരുമ്പോൾ കംപ്ലീറ്റ് ഗ്രീനറിയാണ്. ടെക്സാസ് നമ്മൾ ക്രോസ് ചെയ്ത് ഇപ്പോൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കോ ക്രോസ് ചെയ്യുമ്പോൾ പോകുമ്പോൾ കംപ്ലീറ്റ് ഗ്രീനറിയാണ്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇതിപ്പോൾ ടെക്സാസിൻ്റെ നോർത്ത് സൈഡിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. ടെക്സാസിൻ്റെ യഥാർത്ഥ രൂപം ഇതല്ല. ടെക്സാസിൻ്റെ സൗത്ത് സൈഡിലൂടെയാണ് പോകുന്നതെങ്കിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള കുറച്ചൊക്കെ ഒരു മരുഭൂമിയുടെ പോലെയുള്ള ഭാഗങ്ങളാണ്. ടെക്സാസ് ന്യൂ മെക്സിക്കോ ബോർഡറിലേക്ക് നമ്മൾ എത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് വെൽക്കം ടു ടെക്സാസ് വെൽക്കം ബോർഡും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ന്യൂ മെക്സിക്കോ ബോർഡറും കാണാം. നമുക്കിവിടെ ഒന്ന് നിർത്തിയൊരു ഫോട്ടോ എടുക്കുക. അതായാലും യെസ്, ഫൈനലി നമ്മൾ ന്യൂ മെക്സിക്കോയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു. ന്യൂ മെക്സിക്കോ, ടെക്സസ്, ന്യൂ മെക്സിക്കോ. ന്യൂ മെക്സിക്കോ നല്ലൊരു അടിപൊളി സൈൻ അല്ലേ. ടെക്സാസിൻ്റെ ബോർഡർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു നോർത്ത് സൈഡിലാണ് നമ്മൾ ടെക്സാസ് ക്രോസ് ചെയ്തത് ഒക്ലഹോമയിൽ. പക്ഷേ ഈ ന്യൂ മെക്സിക്കോ നമുക്ക് 375 മൈല് പോകാനുണ്ട്. 5.5 മണിക്കൂർ എടുക്കും നമ്മൾ നിർത്താതെ ഓടിച്ചു കഴിഞ്ഞാൽ. പിന്നെ അരിസോണ വീണ്ടും 370 മൈലുണ്ട്. അതും 5.5 മണിക്കൂർ എടുക്കും വീണ്ടും അത് ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി നേരെ ന്യൂ മെക്സിക്കോ. ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു ന്യൂ മെക്സിക്കോയുടെ റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ലേഡിയൊക്കെ ഇവരൊക്കെ ഈ ലോറിയുടെ ഡ്രൈവേഴ്സാണ്. ഇവിടെ ഒരുപാട് ലേഡീസ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ലോറികൾ. നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. ഇവിടെ ഞാൻ നാട്ടിൽ ഇപ്പോൾ ലേഡീസൊക്കെ വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ലോറികൾ, ബസ്സുകൾ, ഞാൻ മുമ്പൊരു ലോങ് ട്രിപ്പ് പോയപ്പോൾ അതിൽ ഡ്രൈവ് ചെയ്തിരുന്ന ഒരു ലേഡിയായിരുന്നു ബസ് ഡ്രൈവ് ചെയ്തിരുന്ന ലോങ് ട്രിപ്പ്. അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ, മോളൊക്കെ പഠിക്കുന്ന സ്കൂൾ ബസ് ഓടിക്കുന്ന ലേഡീസുണ്ട്. അങ്ങനെ എല്ലാവരും എല്ലാ ജോബും ഇവിടെ ചെയ്യും കേട്ടോ. ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ നിർത്തിയ ന്യൂ മെക്സിക്കോ ടെക്സസ് ബോർഡറാണ് കാണുന്നത്. അവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു ഈ ഒരു വിസിറ്റർ സെൻറ്റർ, അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയ.
ഇവിടെ നമ്മൾ അമേരിക്കയുടെ ഒരു ഭൂപടം കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാണ് യാത്ര ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇവിടെ ലോസ് ആഞ്ചൽസിൽ നിന്ന് തുടങ്ങി, ഇവിടെ ലോസ് ആഞ്ചൽസിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ലാസ് വേഗാസിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ അരിസോണയുടെ ബോർഡർ കൂടെ ക്രോസ് ചെയ്തിട്ട് യൂട്ടയിലെത്തി. യൂട്ടയിൽ നമ്മൾ ഇങ്ങനെയാണ് പോയത്. ഇതുണ്ട് 70 ഫ്രീ വേ വഴി ഇങ്ങനെ വന്നിട്ട് കൊളറാഡോ കയറി. കൊളറാഡോ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്തു. കൊളറാഡോ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നെബ്രസ്കയിൽ കയറി. നെബ്രസ്കയിൽ നമ്മളിങ്ങനെ പോയിട്ട് നേരെ അയ്യോവയിൽ വട്ടം ക്രോസ് ചെയ്തു. ഇത് 80 ഫ്രീ വേ ആയിട്ടോ. ഇവിടെ നമ്മൾ 80 ഫ്രീ വേ ആയി. അയ്യോവയിൽ പോയിട്ട് അയ്യോവയിൽ നിന്ന് നേരെ നമ്മൾ ഇല്ലിനോയ്സിൽ കയറി. ഇല്ലിനോയ്സിൽ ചിക്കാഗോ എവിടെയായിട്ടായിരുന്നു. ചിക്കാഗോയിൽ ഇങ്ങനെ പോയി. അവിടുന്ന് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇന്ത്യാനയുടെ മോളിക്കോടെ പോയിട്ട്, ഒഹായോയുടെ മോളിക്കോടെ പോയിട്ട് പെൻസിൽവാനിയയുടെ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്തു കേട്ടോ. പെൻസിൽവാനിയ ഇങ്ങനെ പോയില്ല, ഇങ്ങനെ ഇതിൻ്റെ ക്രോസ് ചെയ്ത് ഈ കാണുന്ന ഫ്രീ വേ ആണ്. ഇങ്ങനെ ക്രോസ് ചെയ്ത് ബഫലോയിലെത്തി. ബഫലോയുടെ തൊട്ടടുത്താണ് 10 മൈലുള്ളൂ നയാഗ്ര കണ്ട് വീണ്ടും തിരിച്ചിറങ്ങി. അപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ എത്തി കഴിഞ്ഞപ്പോൾ നമുക്കിതാ ഇവിടം വരെ ഒരു 400 മൈലുണ്ട്. ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയൊക്കെ കാണാമായിരുന്നു. പക്ഷെ നമ്മൾ അത്രയും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ വീണ്ടും ഇത്രയും ട്രാവൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടുതൽ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ. ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് പെൻസിൽവാനിയ വഴി വന്നിട്ട് ഒഹായോ വഴി വന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേ ഇപ്പോൾ ഈ വഴി എടുത്തത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒഹായോയുടെയൊക്കെ മിഡിൽ വഴി വന്നിട്ട് ഇന്ത്യാനയുടെ ഇതിലെ വന്നിട്ട് ഇല്ലിനോയ്സിൻ്റെ താഴെ കൂടി വന്നിട്ട് മിസൂരി ക്രോസ് ചെയ്ത് മിസൂരി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാ. കൻസാസ് ഒഴിവായി. മിസൂരി ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒക്ലഹോമയിൽ ഇങ്ങനെ വന്നിട്ട് ഒക്ലഹോമയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തത് ടെക്സാസിൽ ഇതാ ഇങ്ങനെ ക്രോസ് ചെയ്തു. ശരിക്കും ടെക്സാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു പാർട്ടാണ്. ടെക്സാസ് ഇത് ഇവിടെ എൽപസോയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടം വരെയുണ്ട്. മനസ്സിലായോ? അതായത് കൊളറാഡോയും കൻസാസും ചേർന്ന് അത്രയും വീതിയുണ്ട് ഇവിടം വരെ. 2 ദിവസമെങ്കിലും എടുക്കും നമുക്കിത് ക്രോസ് ചെയ്യണമെങ്കിൽ. മിനിമം ഒരു 1.5 ദിവസമെങ്കിലും വേണം. 2 ദിവസം എടുക്കും എന്താണെങ്കിലും. അങ്ങനെ നമ്മൾ ഒക്ലഹോമയിൽ നിന്ന് ടെക്സാസ് ഇവിടെ ക്രോസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെയാണ്. ഇനി ന്യൂ മെക്സിക്കോ വട്ടം ക്രോസ് ചെയ്യും 375 മൈൽ. അരിസോണ വട്ടം ക്രോസ് ചെയ്യും 375 മൈൽ. പിന്നെ നമ്മൾ 250 മൈൽ നമ്മുടെ വീട്ടിലേക്ക് കാലിഫോർണിയയിൽ. അങ്ങനെ നമ്മളെത്തും. യെസ്, എങ്ങനെയുണ്ടോ നമ്മുടെ യാത്ര? അടിപൊളി. നമ്മൾ ഒരു കറക്കം കറങ്ങി ഇങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ പോകാത്ത സ്റ്റേറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് യാത്ര ചെയ്തത് ഇതിലെ വന്ന് അരിസോണ വന്ന് ന്യൂ മെക്സിക്കോ വന്ന് ടെക്സാസ് വന്ന് ലൂസിയാന, മിസിസിപ്പി, അലബാമ, ജോർജിയ, ഫ്ലോറിഡ പോയില്ല കേട്ടോ. സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വിർജീനിയ, മേരിലാൻഡ്, ജോർജിയ അല്ലേ? ജോർജിയ ഉണ്ടായിരുന്നല്ലോ. ജോർജിയ എന്ന് പറയട്ടെ. ന്യൂ ജേഴ്സി, ജോർജിയ ടച്ച് ചെയ്തിട്ടുണ്ട്. ജോർജിയ കാണുന്നില്ല. ജോർജിയ ഇവിടെ കഴിഞ്ഞു. ന്യൂ ജേഴ്സി, ഡെലാവെയർ, ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, മാസച്യൂസെറ്റ്സ്, ന്യൂ ഹാംഷെയർ, മെയിൻ. ഇത്രയും സ്റ്റേറ്റുകൾ ഞാൻ കഴിഞ്ഞ വർഷം കവർ ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ ഇതാണ് കവർ ചെയ്തത്. ഇനിയിപ്പം ഇവിടെ ഇത്രയും ഒരു ഗ്യാപ്പിൽ സൗത്തിൽ എനിക്ക് പോകാനുള്ളത് ഫ്ലോറിഡ, ടെന്നസി, കെൻറ്റക്കി, വെസ്റ്റ് വിർജീനിയ ആൻഡ് കൻസാസ്. ഇത്രയാണ് എനിക്ക് പോകാനുള്ളത്. നോർത്ത് വെസ്റ്റ് സൈഡിൽ പോകാനുള്ളത് വാഷിങ്ടൺ, ഒറിഗൺ, മൊണ്ടാന, ഇഡാഹോ, പിന്നെ വയോമിങ്, സൗത്ത് ഡക്കോട്ട, നോർത്ത് ഡക്കോട്ട, മിനിസോട്ട, വിസ്കൻസിൻ, പിന്നെ മിഷിഗൺ. അത്രയാണ് ഇനി പോകാനുള്ള സ്റ്റേറ്റുകൾ. പിന്നെ അലാസ്ക, ഹവായി. ബാക്കിയെല്ലാം നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ എത്രണ്ണം പോയില്ല എന്നുള്ളത് നോക്കണം. പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടോ. അതായത് കണ്ടോ, ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 200 മൈലിൽ നിർത്താവുന്നതാണ് കേട്ടോ. കാരണം അല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നിർത്തുമായിരുന്നു കേട്ടോ ഇതുവരെയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനായിട്ടും അതല്ലേ എപ്പോഴാണ് തോന്നണം അപ്പം നിർത്തും, അങ്ങനെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഒട്ടും ക്ഷീണം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇത്രയും ദിവസങ്ങളായിട്ട്. ഇനി നമുക്കൊരു 200 മൈലാകുമ്പോൾ നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറച്ചുകൂടി ഏരിയ കൂടുതൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പം ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കുന്നതാണ്. പിന്നെ
ഇപ്പൊ നമ്മൾ ന്യൂ മെക്സിക്കോയിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ മുമ്പ് കണ്ടിരുന്ന കംപ്ലീറ്റ് കൃഷിയിടങ്ങളാണല്ലോ, നല്ല ഗ്രീനറി ആയിട്ട്. ഇങ്ങോട്ട് കയറിയതിന് ശേഷം ആ, തരിശു ഭൂമി പോലെയുള്ള ഗ്രീനറി ആയിട്ടുള്ള പ്ലേസുകളാണ് ട്ടോ കാണുന്നത്. ഇവിടെ ഒന്നും കൃഷിഭൂമികൾ നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല. ഇതാണ് ന്യൂ മെക്സിക്കോയുടെ ഒരു നോർത്ത് സൈഡിൽ വരുന്ന ഒരു ഭൂപ്രകൃതി. ഫ്രീവേ 40 തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അമേരിക്ക എന്താണല്ലേ, നമ്മൾ എത്ര ദിവസം ഇങ്ങനെ ഈ ഒരു ഇതിൽ പോരുന്നല്ലേ. ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഇതേ റോഡ്, ഒരു 80. അതെ അതെ അതെ, മൗണ്ടൻ്റെ രൂപം മാറി തുടങ്ങിയിട്ട് ഇനി കുറേ കഴിയുമ്പം ഈ പച്ചപ്പൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കിതിൽ ട്രെയിൻ പോണ കാണാട്ടോ. ഭയങ്കര ലെങ്ത് ആണ് കേട്ടോ ട്രെയിന്. ആ ട്രെയിൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ലെങ്ത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരെണ്ണം കണ്ടായിരുന്നു, ഇതിപ്പോൾ രണ്ടാമത്തെയാണ് കേട്ടോ. ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണെന്ന് ഓർക്കണം. അപ്പോൾ അതിൻ്റെ നമ്മളാണെങ്കിൽ നല്ല സ്പീഡിൽ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊരു എൻജിൻ. അന്നേരം മൈലുകൾ നീളമുണ്ട് കേട്ടോ ട്രെയിന്, മൈലുകൾ. അതും രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ഇതിൽ വെച്ചിരിക്കുന്നത്, 2 കണ്ടെയ്നർ. അതേ ഇവിടെ തീർന്നു. മരുഭൂമിയിലൂടെ ട്രെയിൻ പോകുന്നു. അടുത്ത ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പം 3ാമത്തെ ട്രെയിൻ കേട്ടോ, അടുപ്പിച്ചടുപ്പിച്ച്. ഇത് നിർത്തിയിട്ടില്ല കേട്ടോ, അല്ല ഇത് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് നോക്കാം. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് 3 ട്രെയിൻ കണ്ടു കേട്ടോ നമ്മൾ. രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഇതിന്റെ നീളം. മരുഭൂമിയിലെ ട്രെയിൻ. ഇതിന് അത്രയും നീളം ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. മെക്സിക്കോ ഒരു പകുതി ആവാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഏരിയയിൽ തണ്ടർ സ്റ്റോമിൻ്റെ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഇത് കാണാം, കാർമേഘങ്ങൾ കാണാം, ഇടിമിന്നൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഇത് കൂടാതെ ന്യൂ മെക്സിക്കോനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഞാൻ മുമ്പ് ന്യൂ മെക്സിക്കോയുടെ സൗത്ത് വഴി ട്രാവൽ ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെയൊക്കെ ഭയങ്കര ഡെസേർട്ട് പോലെയായിരുന്നു. ടെക്സാസ് പോലെ തന്നെ ന്യൂ മെക്സിക്കോയുടെയും സൗത്ത് ഏരിയ ഗ്രീനറിയാണ് കേട്ടോ. അപ്പോൾ ട്രാവൽ ചെയ്യാനുള്ളവർക്കൊക്കെ നല്ല ഒരു അടിപൊളി റൂട്ട് ഇതായിരിക്കും. കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു പീസ്ഫുള്ളായിട്ടുള്ള റൂട്ട്. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡ്രൈ ആണ്. പിന്നെ മറ്റേ റൂട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഡ്രൈ ആണെങ്കിലും. നമ്മുടെ യൂട്ടയിലും കൊളറാഡോ വഴിയൊക്കെ പോയപ്പോൾ കണ്ട പോലത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ആ വഴി പോകുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് വേറൊരു കാര്യം, ഇവിടെ ഇടിവാള് മിന്നുന്ന നമുക്ക് ഈ ആകാശത്ത് സ്ട്രെയിറ്റ് വളരെ വ്യക്തമായിട്ട് കാണാം. ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ചില സമയത്ത് ഒരു ഇടിമിന്നലുണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളിതുപോലെ ലാസ് വേഗാസ് പോയിട്ട് വന്നപ്പോൾ ഇടിമിന്നലുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു മിന്നൽ നമുക്കൊരു സ്ക്രീനിൽ കാണുന്ന പോലെ കുറച്ച് ഏരിയയിൽ മാത്രം. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഇങ്ങോട്ടേക്ക് അത്യാവശ്യം തെളിഞ്ഞ ആകാശമാണ്. പക്ഷെ അവിടെ നമ്മൾ എടുത്തപ്പോൾ തന്നെ ഒരു ഇടിമിന്നലുണ്ടായി, നമുക്കവിടെ കാണാൻ പറ്റും. അതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അന്ന് ഞാൻ ലാസ് വേഗാസ് പോയിട്ട് വരുമ്പോൾ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ റോഡിൽ. വളരെയധികം വണ്ടികൾ കുറവായിരുന്നു. അതും ഭയങ്കര രാത്രിയിൽ. അത് ഭയങ്കര ഒരു എന്താ പേടിപ്പിക്കുന്ന ഒരു സീനായിരുന്നു കേട്ടോ. അല്ല, ഇവിടെ മഴക്കാറാണെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കറക്റ്റ് സൺലൈറ്റ് കാണാം കേട്ടോ. മഴക്കാർ ഇങ്ങനെ കുറച്ച് ഏരിയയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഇടി മിന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴും ക്യാമറ ഓഫ് ചെയ്യുമ്പോഴാണ് ഇടി മിന്നുന്നുള്ളൂ. എന്തായാലും ഇടി മിന്നാതിരിക്കട്ടെ എന്നാണ് ഞാനും ആലോചിക്കുന്നത്. കാരണം ഇടിമിന്നൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പോണ വഴിക്ക്. നല്ല അടിപൊളി പച്ചപ്പല്ലേ. അതെ, ആ അത്രയും സ്ഥലത്ത് മേളിൽ നിന്ന് എന്തോ വീഴുന്നുണ്ട്. നല്ല മഴയാണെന്ന് തോന്നുട്ടോ അവിടെ. അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അത്രയും വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ദൂരെ നിന്ന് തന്നെ മഴ പെയ്യുന്നത് കാണാൻ പറ്റും. ഓ, ഭയങ്കര ഇടിമിന്നലാണോ. പിന്നെ മഴ പെയ്ത് തുടങ്ങിട്ടോ. കാലിപ്പഴം വീഴുന്നുള്ള സമയം ഭയങ്കര സൗണ്ട് കേട്ടോ. വെള്ളം ചാടുന്നതിന് ഭയങ്കര അടിക്കുന്ന പോലെയാണ്. ആദ്യമായിട്ടാണ് നമുക്ക് മഴ പെയ്യാത്ത സ്ഥലവും മഴ പെയ്യുന്നോടത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. റോഷിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നല്ല തെളിഞ്ഞ സ്ഥലമാണ് കേട്ടോ. ആ ഏരിയയിലേക്ക് മഴ പെയ്യുന്നില്ല. ശക്തമായ മഴ ഇവിടെ കേട്ടോ. എന്നാൽ ഇതാ അങ്ങോട്ട് നോക്കി, ഞാൻ നോക്കുന്നില്ല, മൊബൈൽ കാണിക്കുന്നുള്ളൂ. ആ ഏരിയയിൽ മഴയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നൊരു മഴ. എന്തൊരു അത്ഭുതമല്ലേ. അവിടെ മഴ, നമ്മുടെ ഇവിടെ മഴ. അങ്ങോട്ട് നോക്കുമ്പോൾ ഒട്ടും മഴയില്ലാത്ത നല്ല സ്ഥലം കാണാം. ഇങ്ങോട്ടേക്കൊന്നും മഴയില്ല. ഒരു പന്തല് വിരിച്ച പോലെ കാർമേഘവും, അതിനുശേഷം അതിൻ്റെ താഴെ മഴയും. നമ്മുടെ ന്യൂ മെക്സിക്കോ മഴ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് ജനവാസ മേഖലകളിൽ കൂടെ ഉണ്ട് ഇപ്പോൾ പോകുന്നത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഒരു ന്യൂ മെക്സിക്കോനെ കുറിച്ചൊരു മുൻധാരണ ഉണ്ടായിരുന്നു, ഡ്രൈ ആണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ കാണുമ്പോൾ, കാരണം അത്രയും വലിപ്പമുള്ള സ്ഥലമാണ് ഓരോ സ്റ്റേറ്റുകളും. ഇതിൻ്റെ ഒരു ഏരിയ എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഈ പറയുന്ന പോലെ ഗ്രീനറിയും ഡ്രൈ ആയിട്ടുള്ള ഏരിയകളൊക്കെ ഈ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴുണ്ട്. ഭയങ്കര ബ്യൂട്ടി ഉണ്ടോ ന്യൂ മെക്സിക്കോയുടെ ഈ ഏരിയ. നമ്മൾ ആൽബക്വർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട് ഇനി നമുക്ക് ഒരു 28 മൈലൂടെ പോയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, 200 മൈൽ എന്നുള്ളത്. അപ്പോൾ ആൽബക്വർക്കിൽ നിർത്താമെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 200 മൊത്തം ഒരു 250 മൈലോളം നമ്മൾ കവർ ചെയ്തിട്ടാണ് നിർത്താൻ പോകുന്നത്. ഈ സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പോലെയുണ്ട്. നമ്മൾ യൂറോപ്പിൻ്റെയൊക്കെ ആ ഒരു ഏരിയ കാണിക്കുന്ന പോലെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള ഏരിയകളുണ്ട്. പ്രത്യേകിച്ച് ചില സമയത്ത് നമുക്ക് മോളിൽ നിന്നുള്ള വ്യൂ കിട്ടും. ആ സമയത്ത് നമ്മൾ കൊളറാഡോ പോയപ്പോൾ കണ്ട പോലത്തെ വലിയ മലയൊക്കെ അവിടെ കാണാം കേട്ടോ. അവിടെ കുറച്ച് എന്താ പറയുന്നത്, മരങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു. ഈ ഐസൊക്കെ കിടക്കുന്ന ഏരിയയിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ദൂരെ നിന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തന്നെയല്ല, കുറച്ച് ഉയരം കൂടിയ മരങ്ങളും ഒക്കെ ആയി തുടങ്ങി. ഇത്ര നേരത്തെ പോലെ പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡല്ല, ശരിക്കും മലകളും ഇത്തിരി വലിയ മരങ്ങളൊക്കെ. ഒരു പെട്ടെന്നൊരു വെറൈറ്റി തോന്നി ഇങ്ങോട്ട് വന്നപ്പോൾ. അടിപൊളി അല്ലേ. മലകളുടെ ഇടയിലൂടെ വീടുകളൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ. നമ്മൾ ആൽബക്വർക്ക് എന്ന് പറയുന്ന സ്ഥലം എത്താറായിട്ടോ. അപ്പോൾ അവിടെയാണ് എന്താ പറയുക, വലിയ ഹോട്ട് എയർ ബലൂൺ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. ഹോട്ട് എയർ ബലൂൺ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അതിന് ഞാൻ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് തന്നെ $180 അങ്ങനെ എന്തോ ആണ്.
തന്നെയല്ല നമുക്ക് ഇറങ്ങാൻ സമയമില്ല. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ നമ്മൾ ആൽബക്വർക്ക് ടൗണിൽ എത്തിയിട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇന്ത്യൻ സ്കൂൾ റോഡ് അത് കൊള്ളാമല്ലോ. നമ്മുടെ ഇന്ത്യൻ സ്കൂളായിരിക്കുമല്ലോ കേട്ടോ, ഇവിടുത്തെ അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇന്ത്യൻ അതെ അതെ, ഇങ്ങോട്ട് നമുക്ക് കുറച്ച് അതെ കറക്റ്റാണ്, കാലിഫോർണിയയുടെ പോലെ ഉണ്ടെന്ന് പറയായിരുന്നു മിക്ക സ്ഥലമൊക്കെ. പക്ഷേ ഭയങ്കര വലിയ സിറ്റി ആട്ടോ. നമ്മൾ ഒരു യോഗ, ഇത് നിർഗുണ യോഗ 30 days for $30. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. കണ്ടില്ല, ഭയങ്കര വലിയ സിറ്റിയാണ് കേട്ടോ. ദൂരേക്ക് കണ്ടെത്താൻ ദൂരം വരെ നമുക്ക് ആൾക്കാർ വണ്ടി വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റോഷ്നി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വെച്ചേക്കുവാണ്. പല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സൺഡേ എന്താണെന്നറിയില്ല, ഹർത്താലും എല്ലാണെന്ന് സംശയം. സൺഡേ അല്ലെങ്കിൽ ഇവർ ക്ലോസ് ചെയ്യുമോ? സമയം ഇത്രയും 6 മണിയൊന്നും ആയിട്ടില്ലല്ലോ. 3 മണിക്ക് ഓപ്പൺ ആവുമായിരിക്കും ചിലപ്പോൾ. എന്താണെങ്കിലും സൺഡേ എന്നുള്ളൊരു ദിവസം ക്ലോസ് ചെയ്യണത് ശരിയല്ല. അപ്പോൾ ഇപ്പോഴാണ് ഒരു ഹോം ഡെസിൻ്റെ ഒരു വണ്ടി കാണുന്നത്. നമ്മൾ ലോസ് ആഞ്ചലസിൽ നിന്ന് പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു വണ്ടി അവിടെ ഇരിക്കുന്നതാണ്. യെസ്, അങ്ങനെ നമ്മൾ റോയൽ ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന്, ആൽബക്വരക്കിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു അടിപൊളി നാന്, ബട്ടർ ചിക്കൻ, അതുപോലെ തന്നെ മസാല ദോശ, ഗീ റോസ്റ്റ് ഇതെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഈ ആൽബക്വർക്ക് വേൾഡിലെ ഏറ്റവും വലിയ ഹോട്ട് എയർ ബലൂൺ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഹോട്ട് എയർ ബലൂണിന് ഒരാൾക്ക് $180. നമ്മൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തല്ല പോകുന്നത്, അതുകൊണ്ട് നമ്മളവിടെ കയറുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. യെസ്, അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ വീണ്ടും വരുവാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഓക്കെ ആയിരുന്നു, ഫുഡൊക്കെ നല്ലായിരുന്നോ? മോനു ഇഷ്ടയാ? ആണോ? ഐഷ്യ ഓക്കെ, അപ്പൊ പോവാം മുജി അഭിജി, ലെറ്റ്സ് ഗോ. വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വീടുകൾ കാണുന്നത്. ഇത് കണ്ടോ, അതുപോലത്തെ ഒരു 2-3 കണ്ടായിരുന്നു കേട്ടോ. ഒരു നോക്കി മോളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങോട്ട് കൊടുത്തേക്കുന്ന പോലെ ഉണ്ടല്ലേ. എന്തൊക്കെ പ്രത്യേകതകളാന്ന് പറയുന്നത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ നമ്മളൊരു സിനിമ കാണുമ്പോൾ ഇവരെങ്ങനെ ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്ത് ഓരോ ലാൻഡ്സ്കേപ്പുകളും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ ഐസ് ഏജ് കാണുമ്പോൾ മാമത്ത് മറ്റേ ഇതുണ്ടല്ലോ, മാമത്ത് എന്നാണ് ആനയുടെ പേര്, ഐസ് ഏജിൽ. അതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചത് എങ്ങനെ ഇങ്ങനെ രൂപം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഉള്ളതാണ് മാമത്ത് എന്ന് പറയുന്ന ഒരു മുമ്പുണ്ടായിരുന്നതാണ്. പിന്നെ ദിനോസർ കണ്ടപ്പോൾ നമ്മൾ ജുറാസിക് പാർക്ക് കണ്ടപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇങ്ങനൊരു രൂപം കിട്ടിയെന്ന് വെച്ചാൽ അത് ഇവിടെ ഉള്ള ജീവിയാണ്. പിന്നെ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ എന്താ പല ഷേപ്പിലും പല സിനിമയിലും ഒക്കെ കാണുന്ന ഓരോ സംഗതികൾ, അതെല്ലാം ഇവിടെ ഉള്ളതിൽ നിന്നാണ് ആ ഒരു ക്രിയേറ്റിവിറ്റി വന്നിരിക്കുന്നത്. ഇവർ
പുതിയതായിട്ട് ഉണ്ടാക്കുന്നതൊന്നുമല്ല. ഇവിടെയുള്ള പല സ്ഥലങ്ങളുടെയും ഓരോ വിഷ്വൽസ് അവർ ഇതിലേക്ക് കയറ്റിയിരിക്കുകയാണ്. മെയിനായിട്ട് ഗെയിമുകളിലൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലേ, എന്തായാലും ഭംഗിയാണ്. നമ്മൾ മരുഭൂമിയിലൊക്കെ കാണുന്ന പോലത്തെ സ്ട്രക്ചറുകൾ കേട്ടോ. ആദ്യം ഒരു കുറച്ച് വീടുകൾ കണ്ടു, അതാണ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ചില കോർണറിൽ നമുക്കത് കിട്ടില്ല വീഡിയോ എടുക്കാനായിട്ട്. ഒരു പ്രത്യേക ടൈപ്പ് ഏരിയ കേട്ടോ. എൻ്റെ അവിടെ ഒരു മക്ഡൊണാൾഡ്സും ഉണ്ട്. എന്തോരം ഏരിയയിലാണ് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കണേന്നുള്ളതാണ്. ഓരോ സ്ഥലത്തോടെ വരുമ്പോൾ നൂറുകണക്കിന് മൈലുകളാണ് ഇങ്ങനെ ഓരോ രൂപത്തിലുള്ള സംഗതികൾ കിടക്കുന്നത്. 1, 2, 10, 50 കിലോമീറ്റർ നല്ലുണ്ട്. ഇതുപോലത്തെ റെയിൻബോ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുമോ? എന്താ ഭംഗിയില്ലേ? അതെ 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 അതെ, അത് ഭയങ്കര കട്ടി. ഫൈനലി 150 മൈൽ ഓടിച്ച് റഷ്നി വണ്ടി ഗ്യാസ് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മള് ഗാലപ്പ് എന്ന് പറയുന്ന സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ടയേർഡാണോ? ടയേർഡായോ? കുറച്ച് ടയേർഡായി. അപ്പൊ നമ്മൾ എന്തായാലും ഗാലപ്പിൽ റൂം എടുക്കാം. നമുക്ക് ഇനിയും 632 മൈല് പോകാനുണ്ട്. സമയം 5:13 ഉള്ളത് കാലിഫോർണിയ ടൈമാണ്. സമയം 7:48ആയി. നമുക്ക് 9.5 മണിക്കൂറുണ്ട്. 632 മൈലുണ്ട്. മാക്സിമം നമ്മൾ ഓടിച്ച് എത്തിക്കാനായിട്ട് ശ്രമിച്ചു, നടക്കുന്നില്ല. നമുക്ക് ഇവിടെ ഗ്യാസ് അടിച്ചിട്ട് നമുക്ക് റൂം എടുക്കാം. രാത്രി 8 മണിയായിട്ട്, അപ്പോഴും സൂര്യൻ ഭയങ്കര വെളിച്ചത്തിലാണ് നിൽക്കുന്നത്. ഫൈനലി നമ്മൾ ഇവിടെ ന്യൂ മെക്സിക്കോയിൽ വന്നിട്ട് ഒരു റൂം എടുത്തു കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ വണ്ടി ഓടിച്ച് ടയേർഡായി. ഇന്ന് മാത്രം നമുക്ക് വണ്ടി ഓടിച്ചിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇത്തിരി കൂടുതൽ ഇന്ന് ഏകദേശം ഒരു 600 മൈലിൻ്റെ അടുത്ത് ഓടിച്ചു. റോഷനി ഓടിച്ചു, ഞാനും ഓടിച്ചു. പിന്നെ എന്തുകൊണ്ടെന്നറിയില്ല, ഇന്ന് നമ്മൾ ഇത്തിരി ടയേർഡായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ നാളെ പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നമുക്കൊരു 630 മൈലോളം പോകാനുണ്ട്. അപ്പം അതിന് ഏകദേശം ഒരു 10 മണിക്കൂറിനടുത്ത് എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ന്യൂ മെക്സിക്കോയുടെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ അരിസോണയും കവർ ചെയ്തിട്ട് വേണം നമുക്ക് കാലിഫോർണിയയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിവിടെ വെയിറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത്, അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു 10 മണിക്കൂർ വലിച്ച് നീട്ടി നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ആ ലാസ്റ്റ് നിമിഷമാണ് നമ്മൾ വീട്ടിലേക്ക് എത്താനുള്ള ഒരു ധൃതിയിലൊക്കെ നമുക്കത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്ത് ഇതുവരെ വന്ന പോലെ തന്നെ കൂളായി തന്നെ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ റൂം എടുത്തു. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുവാണ്. അപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ നാളത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് വാങ്ങാൻ പോയിരുന്നു. അതുകൊണ്ട് ഇത്തിരി ലേറ്റായിപ്പോയി. അതിനെല്ലാം നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് ന്യൂ മെക്സിക്കോ മുതൽ അരിസോണ വഴി കാലിഫോർണിയയിലെത്തുന്ന വഴിയോര കാഴ്ചകളും ബാക്കി മാക്സിമം കാണാൻ പറ്റുന്ന കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. യെസ്.